നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഹിംസ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് ആണ്. ഹിംസ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്, ഹിംസയുടെ ഇന്റൻഷനും കൂടി ഇല്ലാത്ത സ്റ്റേറ്റ്, അതായത് പരമമായിട്ടുള്ള സ്നേഹം. ആ സ്നേഹം ജീവിതത്തിൽ ഈ പരിമിതമായിട്ടുള്ള ഈ ശരീരത്തിലൂടെ, ശരീരം ഉപയോഗിക്കുന്ന മനസ്സിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ഒരു കലാകാരൻ ഒരു ദൃശ്യത്തെ തൻ്റെ കഴിവുകൾ കൊണ്ട് പെയിന്റിങ്ങിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ആ ഒറിജിനൽ ദൃശ്യമാവില്ല. അതിൻ്റെ ആ ജീവൻ അതിലുണ്ടാവില്ല. ഒരു സംഗീതജ്ഞൻ ആ ദിവ്യമായിട്ടുള്ള സംഗീതം ആലപിക്കുമ്പോൾ ഒരിക്കലും ദിവ്യമായിട്ടുള്ള സംഗീതം ആവില്ല. അവിടെ ഇംപെർഫെക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഇംപെർഫെക്ഷൻസ് നമ്മൾ കാണുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എവിടെയാണ്? എൻ്റെ ഉള്ളിലാണ്. നമ്മൾ അവിടെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതാണ് നോൺ വയലൻസിന്റെ അടിസ്ഥാനം. അപ്പൊ നമ്മൾ ഈ കല എന്നുള്ള ഇതിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത ഈ പ്രപഞ്ചം, നമ്മൾ കാണുന്ന പ്രപഞ്ചം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന പ്രപഞ്ചം ഇംപെർഫെക്റ്റ് ആണ്. ഇപ്പൊ സയൻസും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് ഒരിക്കലും പെർഫെക്ഷൻ അനുഭവിക്കാൻ സാധിക്കില്ല. അനുഭവത്തിനപ്പുറമാണത്. അപ്പൊ ഇവിടെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ അത് പുറമേ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ കറക്ഷൻ നമ്മളെ വേദനിപ്പിക്കുന്നു. നമ്മൾ അഹംബോധം കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ശക്തി ഉപയോഗിക്കുമ്പോൾ ആ പെയിൻ എനിക്കാണ്. ഇപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്ത് ഒരു കലയുണ്ട്, അത് തുടച്ചിട്ട് പോകുന്നില്ല, ഒരച്ചൊരച്ചൊരച്ച് പിന്നെ അവസാനം ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് ആർക്കാ വേനിക്കുക? എനിക്കാണ് വേനിക്കുക. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ പുറമേ കാണിക്കുന്ന ഹിംസാത്മകമായിട്ടുള്ള പ്രവൃത്തികൾ ഉള്ളിൽ പെയിൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അതാണ് ലാലാജി മഹാരാജ് പറയുന്നത്. നമ്മളാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ലാലാജി മഹാരാജ് തുടർന്ന് പറയുന്നു, വി ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ടു റിമൂവ്
The rise and fall in the voice while speaking, which is also called sharpness. This flow of speech will go on acquiring harmony with the reality, current of reality, to the extent that such a reduction is achieved progressively. By sharpness, I do not only imply anger, which is very heavy and should not be allowed to at all in this context. What I mean is that the flow of speech should not carry any kind of weight in it. An illustration of this is a current of still air. It is very difficult to achieve, but everything is possible through sustained effort and courage if the grace of Guru is there. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ, ഒരു നിർബന്ധം, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നിർബന്ധം അതൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക, നീ അത് ചെയ്തോട്ടോ. ദേഷ്യമൊന്നും കാണിക്കില്ല, പക്ഷെ ഉള്ളിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ട്, തിരിച്ചുകൊണ്ടുള്ള ഇറിറ്റേഷൻ. ശാന്തമായിട്ടായിരിക്കും പറയുന്നത്, പക്ഷെ അവിടെ ഒരു വയലൻസ് ഉണ്ട്. അത് നമുക്ക് അനുഭവമുണ്ട്. നമ്മൾ പറയണം എനിക്ക് ഈ ഭക്ഷണം വേണം, ഈ ഭക്ഷണം കഴിച്ചാൽ മതി, പിന്നെയും പറയുന്നു അപ്പൊ എനിക്കതെന്ത് കഴിച്ചാൽ മതി, ഇവിടെ അവൈലബിൾ ഉള്ളൂ. അവിടെ ഒരു നിർബന്ധമുണ്ട്. അവിടെ എങ്ങനെയാണ് സ്നേഹം കൊണ്ടുവരുന്നത്? സത്യം വധ എന്ന് ഗുരു പറയണേ. ഇടയ്ക്കൊക്കെ നുണ പറയുന്നതിൽ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ സത്യം വധ. അപ്പോൾ കറക്ഷന്റെ ആവശ്യമില്ല. കാരണം കറക്ഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗുരു തന്നെ തന്നെയാണ് ഇഞ്ചുറി ഹേർട്ട് ചെയ്യുന്നത്. അവൻ സ്വയം മനസ്സിലാക്കും, അവനതിനുള്ള വഴി നൽകി കഴിഞ്ഞു, അതിന്റെ പ്രാണാഹുതി ഗുരു നൽകുന്നു. അത് സ്വീകരിച്ചിട്ട് സ്വയം മാറ്റം കൊണ്ടുവരണം. നിർബന്ധം കൊണ്ടുവരുമ്പോൾ ആ വേദന അനുഭവിക്കുന്നത് മാസ്റ്റർ തന്നെയാണ്. അതുകൊണ്ടാണ് നിർബന്ധങ്ങൾ കൊണ്ടുവരാത്തത്. അപ്പോൾ റൈസ് ആൻഡ് fall in pitch, sharpness, ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് വരെ പെട്ടെന്നൊരു ജർക്ക് മാറി നമ്മളവിടെ കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്, മുറിക്കാൻ തുടങ്ങുന്നത്. ആ വേദന അറിയാതെ എങ്ങനെയാണ് നമുക്ക് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക? ആരെയും വേദനിപ്പിക്കാതെ എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക? അസാധ്യം എന്ന് തോന്നാം, പക്ഷെ ആ സാധ്യത്തെ സാധ്യമാക്കണം. ഇമ്പോസിബിൾ ഇസ് ഓൾസോ പോസിബിൾ എന്നാണ് ലാലാജി മഹാരാജ് പറഞ്ഞത്. ഇമ്പോസിബിൾ ഒന്നുള്ളതില്ല. ഈശ്വരന്റെ സാമ്രാജ്യത്തിൽ ഇമ്പോസിബിലിറ്റി ഇല്ല. എൻ്റെ ഉള്ളിൽ ആ പൂർണ്ണതയുണ്ട്, പോസിബിൾ ആണ്. നമ്മൾ അത്രത്തോളം ശ്രമിക്കുന്നില്ല എന്ന് മാത്രം. അതാണ് ഇവിടെ സസ്റ്റെയിൻഡ് എഫേർട്ട് എന്ന് പറയുന്നത്. വീണ്ടും 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 എവിടെയൊക്കെ എനിക്ക് നിർബന്ധ ബുദ്ധി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവിടെയൊക്കെ ഞാൻ കറക്ഷൻ കൊണ്ടുവരും. ജീസസ് ക്രൈസ്റ്റിന്റെ കഥ എടുത്താൽ അറിയാം. ജീസസ് ക്രൈസ്റ്റ് ഒരിക്കല് പണം പിരിവ് നടത്തുന്ന ആൾക്കാരെ പ്രീസ്റ്റിന്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് കോപിച്ച ഒരു എക്സാമ്പിൾ ഉണ്ട്. അവിടെയാണ് ജീസസ് ക്രൈസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടത്. അതുപോലെ തന്നെ മിറക്കിൾസ്, അത്ഭുതങ്ങൾ, പ്രകൃതിയുടെ ആ ചലനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ പുറമേ നിന്നുള്ള പ്രേരണകളിൽ നിന്നും നമ്മൾ അതിൽ വീണുപോയിട്ട് നമ്മൾ നമ്മുടെ ഇന്റർവെൻഷൻ നടത്തുക, പ്രകൃതിയുടെ ആ ഫ്ലോയിൽ ഇന്റർവെൻഷൻ നടത്തുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് വേദന അനുഭവിക്കുന്നത് അത് ചെയ്ത ആള് തന്നെയായിരിക്കും. അപ്പൊ ഒരു മാസ്റ്റർ ശരിക്കും ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനല്ല ശ്രമിക്കുന്നത്, പ്രാർത്ഥനയിലാണ് ഇരിക്കുന്നത്. ലെറ്റ് ദൈ വിൽ ബി ഡൺ എന്നറിയാതെ അപ്പൊ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്റർവെൻഷൻ ഇല്ല. അവിടെ മിറക്കിൾ എന്നുള്ള പദം ഉപയോഗിക്കാൻ സാധിക്കില്ല. അത്ഭുതങ്ങൾ ചെയ്യുക എന്നുള്ള ഇന്റർവെൻഷനായി. അതുപോലെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വയലൻസായി. അപ്പൊ മഹാത്മാഗാന്ധിജി എപ്പോഴും ഫാസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു പ്യൂറായിട്ടുള്ള അഹിംസ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ഗാന്ധിജി തന്നെ പറയുന്നുണ്ട്. അത് സാധ്യമല്ല. കാരണം അവിടെയും വയലന്റ് ആണ്, തന്റെ ശരീരത്തോട് വയലൻസ് കാണിക്കുന്നു. അപ്പൊ സഹജമാർഗം ഈ തരത്തിലുള്ള ഫ്ലോസിനെല്ലാം എടുത്തു കളയും. സഹജമാർഗത്തില് പൂർണ്ണമായിട്ടുള്ള അഹിംസയാണ്. കാരണം സ്നേഹമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമയോട് കൂടിയിട്ട് യാതൊരു വയലൻസും ഇല്ലാതെയാണ് നമ്മൾ യജ്ഞം നടത്തുന്നത്, ശുദ്ധീകരണം. മറ്റത് യജ്ഞം എന്ന് പറയുമ്പോൾ എന്താണ്? തീയിലേക്ക് എന്തെങ്കിലും ഇടുക, അവിടെ നാശമുണ്ട്. എത്ര ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. ഇവിടെ ഡിസ്റ്റർബൻസ് ഇല്ല. നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു സ്ഥലത്ത് നിന്ന് ശുദ്ധീകരണം നടത്തുന്നു. ആരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് അബ്സല്യൂട്ട് ഫ്ലോയിലേക്ക് കണക്ട് ചെയ്യുന്നു. മെഡിറ്റേഷൻ, ധ്യാനാവസ്ഥയിലിരിക്കുന്നു, യജ്ഞഭാവത്തിലിരിക്കുന്നു. ആ യജ്ഞഭാവത്തെ എങ്ങനെയാണ് ആരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുക? സൈലൻസിലിരിക്കുക. ആവശ്യമുള്ളപ്പോൾ വേണ്ട വാക്കുകൾ പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെ ലാലാജി മഹാരാജ് പറയുന്നു. ഇതിനു മുമ്പേ അത് പറഞ്ഞു. If we copied only those words will flow during conversation that are intended and right.
അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഹാർട്ട്ഫുൾനെസ് നമ്മളിൽ കൊണ്ടുവരുന്നത്. നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അവിടെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാം. ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് ഇൻട്രോസ്പെക്ട് ചെയ്യാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.